ഗൾഫ് മേഖലയിൽ ഇറാനെതിരെ യുദ്ധകാഹളം മുഴങ്ങുമ്പോൾ അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് സൗദി അറേബ്യ കൂടി ആ നിർണായക പ്രഖ്യാപനം നടത്തുന്നു. ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ മണ്ണോ ആകാശമോ വിട്ടു നൽകില്ല എന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഉറപ്പിച്ചു പറയുന്നു. UAEക്ക് പിന്നാലെ സൗദിയും വാതിലുകൾ അടച്ചതോടെ ഡൊണാൾഡ് ട്രംപിന്റെ യുദ്ധ നീക്കങ്ങൾക്ക് മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമാണ് അവശേഷിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുകയാണ്. ചൊവ്വാഴ്ച രാത്രി നടന്ന അതീവ പ്രാധാന്യമുള്ള ഒരു ഫോൺ സംഭാഷണത്തിലാണ് സൗദി അറേബ്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെജേഷ്കിയനും തമ്മിലായിരുന്നു ചർച്ച. ഇറാനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നടപടി ഉണ്ടായാൽ അതിന് സൗദി അറേബ്യയുടെ വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അമേരിക്കയെയോ മറ്റേതെങ്കിലും ശക്തിയെയോ അനുവദിക്കില്ല എന്ന് MBS ഇറാൻ പ്രസിഡന്റിന് ഉറപ്പ് നൽകി. സൗദി പ്രസ് ഏജൻസി പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ഇറാന്റെ പരമാധികാരത്തെ മാനിക്കുമെന്നും അയൽ രാജ്യത്തിനെതിരായ ആക്രമണത്തിന് തങ്ങളുടെ പ്രദേശം ഒരു ലോഞ്ച് പാഡായി ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നും സൗദി വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയിലെ സമാധാനവും സ്ഥിരതയും നിലനിർത്താനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് സൗദി അറേബ്യൻ ഭരണകൂടം അടിവരയിട്ട് പറയുന്നു. അമേരിക്കയുടെ പരമ്പരാഗത സഖ്യകക്ഷിയായ സൗദി ഇത്തരമൊരു നിർണായക ഘട്ടത്തിൽ എടുത്ത ഈ തീരുമാനം വൈറ്റ് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. സൗദിയുടെ ഈ തീരുമാനത്തിന് തൊട്ട് മുമ്പ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും UAEയും സമാനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു. തിങ്കളാഴ്ച UAE വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ തന്നെ അവർ ഇറാനെതിരായ സൈനിക നീക്കങ്ങൾക്ക് തങ്ങളുടെ കരയോ കടലോ ആകാശമോ വിട്ടു നൽകില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ വിദേശ നയത്തിൽ വരുത്തിയ വലിയ മാറ്റമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ താല്പര്യങ്ങൾക്കപ്പുറം സ്വന്തം മേഖലയിലെ സുരക്ഷയ്ക്കും അയൽ രാജ്യങ്ങളുമായിട്ടുള്ള നല്ല ബന്ധത്തിനും അവർ മുൻഗണന നൽകുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവായിട്ടാണ് ഈ തീരുമാനങ്ങളെ കാണാൻ. ഇറാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിച്ചതിനു ശേഷം ഒരു സായുധ പോരാട്ടത്തിലേക്ക് പോകാതെ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് സൗദിയും UAEയും ശ്രമിക്കുന്നത്. അമേരിക്കയോട് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. ഈ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുമ്പോൾ തന്നെ പേർഷ്യൻ ഗൾഫിൽ യുദ്ധഭീതി വർദ്ധിപ്പിക്കുകയാണ് അമേരിക്കയുടെ കൂറ്റൻ വിമാനവാഹിനി കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പ് തിങ്കളാഴ്ചയോടെ മിഡിൽ ഈസ്റ്റിൽ എത്തിക്കഴിഞ്ഞു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെ ഒരു അർമഡ അഥവാ വൻപട എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതോ ഇൻഡോ പാസഫിക് മേഖലയിൽ നിന്ന് തിരിച്ചുവിട്ട ഈ പടക്കപ്പലുകൾ ഇറാനെ ലക്ഷ്യമിട്ടാണ് നീങ്ങുന്നതെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. ഇപ്പോൾ അത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഗൾഫ് രാജ്യങ്ങളുടെ നിസ്സഹകരണം അമേരിക്കയ്ക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് സൃഷ്ടിക്കുന്നത്. സൗദിയുടെയും UAEയുടെയും വ്യോമാതിർത്തി ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ ഇറാനിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പറന്നെത്താൻ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് ദീർഘദൂരം സഞ്ചരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ബ്ലൂ വാട്ടർ ഓപ്പറേഷൻ നടത്തേണ്ടി വരും, കടലിൽ നിന്ന് ആക്രമിക്കേണ്ടി വരും. ഇത് ഇന്ധന ചെലവ് കൂട്ടുമെന്ന് മാത്രമല്ല പെട്ടെന്നുള്ള മിന്നലാക്രമണങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. ഖത്തറിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ താവളങ്ങളുടെ പ്രവർത്തനത്തെയും ഇത് ബാധിച്ചേക്കാം. ചുരുക്കത്തിൽ ട്രംപിന്റെ കൈവശം ശക്തമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടെങ്കിലും അത് പ്രയോഗിക്കാനുള്ള വഴികൾ അടയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ തങ്ങളുടെ അയൽ രാജ്യത്തിന് സുരക്ഷ ഉറപ്പു നൽകിയ സൗദിയുടെയും UAEയുടെയും നടപടി മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയത്തിൽ ഒരു പുതുയുഗത്തിന് തുടക്കമിടുകയാണ്. ഇനി ലോകം ഉറ്റുനോക്കുന്നത് വാഷിംഗ്ടണിലേക്കാണ്. ഒരു സഖ്യകക്ഷികളുടെ പിന്തുണ ഇല്ലാതെ ഒറ്റയ്ക്ക് ഒരു ആക്രമണത്തിന് ട്രംപ് മുതിരുമോ അതോ നയതന്ത്ര വഴികളിലേക്ക് തിരിയുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. വരും ദിവസങ്ങൾ അതിന് നിർണായകമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.